ഹെറ്റി റാൻ ഓഫ് വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ എ ഫ്രണ്ട് ലൈക്ക് സൈമൺ ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നോക്കിക്കോ, നമ്മൾ ഹെറ്റി റാൻ ഓഫ് വരെയാണ് പഠിച്ചത്. സൈമൺ നോ പറഞ്ഞു, അപ്പോൾ ഹെറ്റി ഓടിപ്പോയി എന്നുള്ളത് വരെയാണ് പഠിച്ചത്. താങ്ക്സ് സൈമൺ ഐ സെഡ്. താങ്ക്സ് സൈമൺ ഹി റിപ്പീറ്റഡ്. അപ്പം മാത്യു പറഞ്ഞു ഹായ് എന്ന് പറഞ്ഞു. അപ്പം സൈമൺ പറയാണ് അത് തിരിച്ച് അതുപോലെ മാത്യു താങ്ക്സ് എന്ന് പറഞ്ഞു, താങ്ക്സ് സൈമൺ എന്ന് പറഞ്ഞു. തിരിച്ച് അതുപോലെ തന്നെ സൈമൺ എന്ത് ചെയ്തു, റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു താങ്ക് യു സൈമൺ എന്നിങ്ങനെ പറഞ്ഞു. ഹി റിപ്പീറ്റഡ് ലുക്കിംഗ് അപ്പ് അറ്റ് ദ ലൈറ്റ് ഓഫ് എ ബിഗ് ഫെറിസ് വീൽ. ഫെറിസ് വീലിൻ്റെ ലൈറ്റുകളെ നോക്കിക്കൊണ്ട് അവൻ അങ്ങനെ പറഞ്ഞു. After that, I always asked Simon if he wanted to have lunch with me or play a game during break time. ഞാൻ അതിനുശേഷം പിന്നെ ഇപ്പോഴും സൈമനോട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ കൂടെ ലഞ്ച് കഴിക്കാൻ വരുന്നോ, കളിക്കാൻ വരുന്നോ എന്നൊക്കെ. Some days he would join in, but other days he just wanted to be on his own. That was okay too. എന്താണ്, ചില ദിവസങ്ങളിൽ അവൻ നമ്മളോട് കളിക്കാനൊക്കെ വരും, പക്ഷെ ചില ദിവസങ്ങളിൽ അവൻ അവൻ്റേതായിട്ടുള്ളൊരു ഭാവനയിൽ ഇരിക്കുകയാണ് ചെയ്യുക. അത് നമുക്കും ഓക്കെ ആയിരുന്നു എന്ന് പറയാണ്. The other boys and girls in the school soon learned to understand Simon better. ബാക്കിയുള്ള ഗേൾസും ബോയ്സും എല്ലാം സൈമണിനെ മനസ്സിലാക്കാൻ തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ. Sometimes Simon acted a little different from us. He didn't have a lot to say. ചില സമയങ്ങളിൽ അവൻ നമ്മളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് നമുക്ക് തോന്നും, പക്ഷേ ചില സമയങ്ങളിൽ അവൻ നമ്മളെ പോലെയാണ്. പക്ഷേ അവന് ഒരുപാടൊന്നും സംസാരിക്കുകയോ ഒന്നും ഇല്ലായിരുന്നു അവൻ എന്ന് പറയാണ്. But he was just the same as everyone else in our school. പക്ഷേ അവന് നമ്മളെല്ലാവരും നമ്മുടെ ഒരു ആളെപ്പോലെ, അല്ലെങ്കിൽ അവൻ നമ്മളെ പോലെ തന്നെ ആയിരുന്നു നമ്മുടെ സ്കൂളിലുള്ള എന്ന് പറയാണ് അവർ. എന്താ ഓക്കെ എന്ന് പറയാണ്. We learned a big lesson from Simon. നമ്മൾ സൈമണിൽ നിന്നും ഒരു വലിയ പാഠം തന്നെ പഠിച്ചു എന്ന് പറയാണ്. Only horrible Hetty would leave out someone because they were different from us. ആകെ നമ്മളിൽ നിന്നും ഹെറ്റി മാത്രമേ കുറച്ച് വ്യത്യസ്തമായിട്ടുണ്ടായിരുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഹെറ്റി സൈമണെ മാറ്റി നിർത്തുമായിരുന്നു. അവനൊരു ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടിയാണ് എന്നുള്ളതിൽ മാറ്റി നിർത്തുമായിരുന്നു. സൈമൺ ആൾസോ ഷോഡ് മീ ജസ്റ്റ് ഹൗ ഗ്രേറ്റ് ഇറ്റ് ഈസ് ടു ഹാവ് എ ഫ്രണ്ട് ലൈക്ക് ഹിം. അപ്പം സൈമൺ എപ്പോഴും തെളിയിച്ചുകൊണ്ടേയിരുന്നു അവനെ പോലെ ഒരു ഫ്രണ്ട് ഉണ്ടായത് നന്നായിരുന്നു എന്നുള്ളതിൽ. ഡു യു ഹാവ് എ ഫ്രണ്ട് ലൈക്ക് സൈമൺ? വൈ ഡോണ്ട് യു ടെൽ മീ യുവർ സ്റ്റോറി? അപ്പം എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് സൈമണെ പോലെ ഒരു കൂട്ടുകാരിയോ കൂട്ടുകാരനോ ഉണ്ടോ, നിങ്ങൾ എന്തുകൊണ്ടാണ് ആ കഥ പറയാത്തത്? ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കേറ്റ് ഗെയ്നൂർ ഒരു കുട്ടി തൻ്റെ കൂട്ടുകാരനെ പറ്റി പറയുന്ന രീതിയിൽ എഴുതുന്ന ഒരു കഥയാണിത്. ഇത് ചിൽഡ്രൻസിനും മുതിർന്നവർക്കും അഡൾട്ട്സിനും ഒക്കെ വായിക്കാൻ പറ്റുന്ന ഒരു കഥയാണ്. ഓക്കെ, അപ്പോൾ എന്ത് വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വന്നിരിക്കുന്നു. ഇഷ്ടം അവിടെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക.